നിങ്ങൾക്ക് വേണ്ടി അല്പനേരം പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ജീവിക്കാനൊരു നിർവാഹമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഒരു ജോലിയില്ല, ഒരു വരുമാനവുമില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ വളരെ നട്ടം തിരിയുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ശുശ്രൂഷ അഭിഷേകമൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? ദൈവമക്കളെ, നിങ്ങളെ കൈത്താങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിൻ്റെ ശക്തിയാണ് നിങ്ങളെ ഉയർത്തുന്നത്. അതുകൊണ്ട് പലപ്പോഴും ജീവൻ്റെ മാർഗം കർത്താവാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. നമ്മൾ സ്വയം തപ്പിപ്പിടിച്ചാലും അതൊന്നും ശാശ്വതമാകണമെന്നില്ല. പക്ഷേ പെർമനൻ്റ് ആയതിൽ കർത്താവ് നമ്മളെ ഫിക്സ് ചെയ്യും. നിങ്ങളൊരു ടെമ്പററി വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. താൽക്കാലിക ജീവനക്കാരി എന്ന നിലയിൽ കൈ കിട്ടുന്നതൊന്നും നിങ്ങളുടെ ജീവിതം ശുഭപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തികയുന്നില്ലായിരിക്കാം. വിഷമിക്കേണ്ട, യേശു നമ്മളെ സഹായിക്കും. നമ്മൾ രക്ഷപ്പെടും. യേശു നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹനിധിയായ സ്വർഗീയ നല്ല പിതാവേ, എന്നോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫിൽ ഇവർക്കൊന്നും ആകുന്നില്ല. ജീവിതത്തിൻ്റെ അർത്ഥം പോലും ചിന്തിക്കാൻ കഴിയാതെ, മുന്നോട്ടേക്കുള്ളതായ ഒരു മാർഗവും കാണാതെ, ചുറ്റും കൂരിരുട്ടും മാത്രമെന്ന നിലയിൽ മുഷിഞ്ഞ് ചുളിഞ്ഞ കുറേ മുഖങ്ങളെ എന്നും കണ്ട് നീ ഇങ്ങനെയൊക്കെ ആകെയുള്ളൂ എന്നുള്ള അവരുടെ മൗനത്തിലുള്ള ശബ്ദം വായിച്ച് ഹൃദയം നുറുങ്ങി എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവേ ഇപ്പോൾ പരിഗണിക്കണമേ. നിരസിക്കാതെ ഇവരെ ചേർത്ത് പിടിക്കണമേ. ഇവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തിനകത്ത് അങ്ങ് ഇവർക്കൊരു നല്ല മാർഗം ഒരുക്കി കൊടുത്തിവരെ അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മിനിറ്റുകളിൽ ഇവർ ഇടപെടുന്ന വ്യക്തികൾ, ഇവർ അയക്കുന്ന ആപ്ലിക്കേഷനുകൾ, ഇവർ ജോയിൻ ചെയ്യുന്ന ഇൻ്റർവ്യൂകൾ ഇവർക്കൊരു പുതിയ ജീവിത മാർഗമായി തീരാൻ ഞാനിവരെ യേശുവേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവൻ പോകുന്ന സാഹചര്യത്തിൽ ഒരിറ്റു ജലമെന്ന പോലെ പിടിച്ചു നിൽക്കാനൊരു മാർഗം കിട്ടിയേ പറ്റൂ എന്ന് വേദനിക്കുന്ന, നിലവിളിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് കർത്താവായ യേശുവിൻ്റെ സ്നേഹനാമത്തിൽ പുത്തൻ വാതിൽ ഞാൻ തുറക്കുന്നു. മക്കളെ, വിഷമിക്കേണ്ട, യേശു നിങ്ങൾക്കായി പ്രവർത്തിക്കുക കേട്ടോ. ഇന്ന് ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവ് ഇവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാൽ സ്തോത്രം. വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്, ഞാൻ നിനക്ക് വേണ്ടി പുതുവഴി തുറക്കുമെന്നുള്ള ഒരു സമാധാനത്തിൻ്റെ വാക്ക് കർത്താവ് ഇവർക്കായി നൽകിയിരിക്കുകയാൽ സ്തോത്രം. എൻ്റെ ദൈവമേ, അങ്ങയുടെ മക്കളെല്ലാവരും അനുഗ്രഹത്തിനുമേൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. പുതിയ പാതകൾ കർത്താവ് ഇവർക്കായി തുറക്കുന്നതിലൂടെ യാത്ര ചെയ്യട്ടെ. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കണ്ണുനീര്, കരച്ചിൽ ഞാൻ കണ്ടവനും അവരുടെ നിലവിളി കേട്ടവനുമെന്ന് പറഞ്ഞ് രക്ഷിക്കുവാൻ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ വിമോചനങ്ങളുടെ തമ്പുരാനെ, പാപികളും ദ്രോഷികളുമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ മാറ്റാൻ, പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സ്വഭാവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരെന്നുള്ള ഭാഗ്യപദവിയിൽ നീതിയുടെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ തേടി വന്ന കർത്താവായ യേശുവേ, ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ആശ്വാസ കേന്ദ്രവുമാണ്. അങ്ങയുടെ ശക്തി നിറഞ്ഞ നാമം ഏറ്റു പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് രക്ഷയും സമാധാനവും സൗഖ്യവും പുതിയ ജീവിതമാർഗവും തുറന്നു നൽകണമേ. യേശുവൻ്റെ മാർഗദീപമാകുന്നു. ഈ വാക്ക് പറയുന്ന എല്ലാവർക്കും അങ്ങൊരു വഴി കാണിച്ചു കൊടുക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ മാർഗദീപമാകുന്നു. ഈ വാക്ക് പറയുന്ന എല്ലാവരും പുതിയ മാർഗം കണ്ടെത്തട്ടെ. യേശുവിൻ്റെ മാർഗദീപമാകുന്നു. ഇത് പറയുന്ന എല്ലാവർക്കും അത്ഭുതകരമായത് ഈ ഭൂമിയിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ മാർഗദീപമാകുന്നു. ഇത് പറയുന്നവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ ഉന്നതമായ പദവികൾ ലഭിക്കട്ടെ. യേശുവിൻ്റെ മാർഗദീപമാകുന്നു. ഇത് ഉരുവിടുന്നവർക്ക് ലോകത്ത് അവർ ചിന്തിക്കാത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാകട്ടെ. യേശുവിൻ്റെ മാർഗദീപമാകുന്നു. ഇങ്ങനെ
കർത്താവിൽ വിശ്വാസമർപ്പിച്ച് പറയുന്നവർക്ക് സന്തോഷത്തോടെയുള്ള പുതിയ പദവികൾ ലഭിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞാൻ യേശുവിൻ്റെ മഹോന്നത നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ക്രിസ്തു യേശുവിൻ്റെ ആരാധ്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പറഞ്ഞത് മനസ്സിലായല്ലോ. യേശു എൻ്റെ മാർഗദീപമാകുന്നു. ദൈവമക്കളെ, കേവലം ഒരു ജീവിത ഉപാധിക്ക് വേണ്ടി മാത്രമല്ല, നിത്യജീവൻ, ഈ ഭൂമിയിലെ ജീവിതശേഷം നമുക്കൊരു മരണാനന്തര ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമ്മൾ വഴിയറിഞ്ഞവരായി പോകാതിരിപ്പാൻ, ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് പോലെ ഒരു ദുരിതം ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നൊരു കാലത്ത് നമുക്ക് വരാതിരിപ്പാൻ നമ്മുടെ വഴിയും ഇടവും നമ്മൾ ഉറപ്പിക്കണം. അതിന് കർത്താവായ യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവും ആരാധനായ ദൈവവുമായി നിങ്ങൾ കൈക്കൊള്ളുക. എൻ്റെ പാപങ്ങളുടെയും ശാപങ്ങളുടെയും പരിഹാരത്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്ന്, യേശുവിൻ്റെ മരണവും 3-ാം ദിവസത്തെ പുനരുദ്ധാനത്തിൻ്റെയും ഫലമായി ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞായി മാറിയിരിക്കുകയാണ് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്ന് ആർജിച്ച് നിങ്ങൾക്കതിൽ തന്നെ മുന്നോട്ട് ജീവിപ്പാൻ സാധിക്കും. നിശ്ചയമായും കർത്താവ് നിങ്ങളതിനായി സഹായിക്കട്ടെ. യേശുവിൻ്റെ എല്ലാ സ്നേഹവും കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.